ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ് കേട്ടോ. പാലായിൽ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ പാലാ കുരിശുപള്ളിയുടെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അതായത് ഇവിടെ ഒരു സംഭവം നടക്കുവാണ് കേട്ടോ. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3:30 കൂടി പാലായ്ക്ക് പോയപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത് കേട്ടോ. അതായത് പാലക്കാരുടെ അഭിമാനമായ നാനാജാതി മതസ്ഥരുടെ പ്രാർത്ഥനാ സങ്കേതമായ പാലാ കുരിശുപള്ളി പുനരുദ്ധാരണ പ്രവർത്തനത്തിനും നവീകരണ പ്രവർത്തനത്തിനും വേണ്ടി കുറച്ച് ദിവസത്തേക്ക് ഒന്ന് അടച്ചിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണ് പാലാ കുരിശുപള്ളി. പാറമേൽ പണിത ഭവനം എന്ന് പറയുന്നത് പോലെ തന്നെ പൂർണ്ണമായും കല്ലിലാണ് നമ്മുടെ പാലാ കുരിശുപള്ളി പണിതിരിക്കുന്നത്. 140 അടിയാണ് കുരിശുപള്ളിയുടെ ഉയരം. അതുപോലെ തന്നെ പള്ളിയുടെ മുകളിലായി ക്രിസ്തുരാജിന്റെ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പ്രതിമയുടെ ഉയരം തന്നെ 12.5 അടി ഉയരമാണ് പ്രതിമയ്ക്ക് തന്നെ. അതുപോലെ തന്നെ പ്രതിമയുടെ ഭാരം എന്ന് പറയുന്നത് 5 ടൺ ഭാരമുണ്ട് കേട്ടോ. 5 ടൺ ഭാരമുള്ള പ്രതിമയാണ് നമ്മുടെ പാലാ കുരിശുപള്ളിയുടെ മുകളിൽ ഇരിക്കുന്ന ക്രിസ്തുരാജിന്റെ രൂപം. ആ ക്രിസ്തുവിന്റെ രൂപമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാലാ കത്തീഡ്രൽ പള്ളിയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുപള്ളിയാണ് പാലാ കുരിശുപള്ളി. പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ഇന്ന് രാവിലെ പാലാ കത്തീഡ്രൽ പള്ളി വികാരിയച്ചന്റെയും കൊച്ചച്ചന്മാരുടെയും അതോടൊപ്പം തന്നെ പാലാ ലാളം പഴയപള്ളി വികാരിയച്ചന്റെയും പുത്തൻപള്ളി വികാരിയച്ചന്റെയും കൊച്ചച്ചന്മാരുടെയും നേതൃത്വത്തിൽ പ്രാർത്ഥനകളും മറ്റും ഇന്ന് രാവിലെ സംഘടിപ്പിച്ചിരുന്നു. കുരിശുപള്ളിയുടെ നവീകരണ പ്രവർത്തനത്തിനോടനുബന്ധിച്ച് കുരിശുപള്ളിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്തുരാജിന്റെ പ്രതിമ കഴുകി മനോഹരമാകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 140 അടി മുകളിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 140 അടി മുകളിൽ നിന്നുകൊണ്ടാണ് ആ വ്യക്തി ആ ക്രിസ്തുവിന്റെ രൂപം കഴുകി വൃത്തിയാക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം താഴെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പേടി തോന്നും. അദ്ദേഹത്തിന്റെ ആ ധൈര്യം സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിൽ പേടി തോന്നുമെങ്കിലും അതോടൊപ്പം തന്നെ ഒരു കൗതുകവും തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.